ഹലോ, ഇന്ന് നമ്മുടെ ആയുധം വാഴക്കൂമ്പാണ്. ഇത് വെച്ചിട്ട് നല്ല ഒന്നാം തരം ഒരു തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വാഴക്കൂമ്പ് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണ്ടേ. ഇനി ഇത് നന്നായി കഴുകി ഊറ്റി അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. ഇനി തേങ്ങ, മഞ്ഞൾ മാത്രം ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് വൻപയറാണ്, വൻപയർ വേവിച്ചെടുത്തതാണ്. ഇത് രണ്ടും കൂടെ ചേർത്താണ് കേട്ടോ നമ്മളിന്ന് തോരൻ വെക്കാൻ പോകുന്നത്. കടുക് താളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില വാട്ടിയെടുക്കുന്നു. അതിലേക്ക് നമ്മൾ വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞത് ചേർത്ത് ലേശം ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇനി അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ അത് തുറക്കുക, നടുക്കൊരു കുഴി കുഴിക്കുക. നമ്മുടെ അരപ്പില്ലേ, ആദ്യം തയ്യാറാക്കി വെച്ച തേങ്ങ അത് അതിലേക്കിട്ട് ഒന്ന് നന്നായി മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കുക. ആ തേങ്ങയുടെ പച്ച ചുവയെല്ലാം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കണ്ടേ. ഇനി വൻപയറിലെ ആ വെള്ളമൊക്കെ കൂടെ ചേർന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണേ. അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുത്തപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണേ.